ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂസ് റെസിപ്പി ആയിട്ടാണ്, മാംഗോ മൂസ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് കട്ട് ചെയ്തിട്ട് അതൊന്ന് അരച്ച് എടുക്കണം. മാങ്ങ അരച്ചെടുത്തത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പ് ചെയ്യാനുള്ള പാത്രവും അതുപോലെ തന്നെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ അത് ഓൾറെഡി പഞ്ചസാര ഉള്ളതാണ്, അതിൽ എക്സ്ട്രാ പഞ്ചസാര ചേർക്കണ്ട. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ അവർ പറയുന്നത് 1/2 കപ്പ് പാൽ എന്നാണ് ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 460 ml കിട്ടും. അപ്പോൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്ത് എടുക്കുക. മധുരം ഇല്ലാത്തതാണെങ്കിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കുക. 1/2 കപ്പ് പാൽ വേണം, തണുത്ത പാൽ. അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിർത്തി ഒരു 4-5 മിനിറ്റ് ഹൈ സ്പീഡിൽ ചെയ്തെടുത്താൽ ഇതേ രീതിയിൽ നന്നായിട്ട് വിപ്പ് ചെയ്ത് കിട്ടും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്, ഡെക്കറേഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മാങ്ങ അരച്ച് വെച്ചതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അരച്ച് വെച്ച മാങ്ങ ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുക, പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പം ഗ്ലാസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം. പുഡിങ്ങൊക്കെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് സെറ്റായ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഓരോ സെർവിങ് എന്നുള്ള രീതിയിൽ ചെറിയ പാത്രത്തിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാംഗോ പ്യൂരി കൂടെ വെക്കാം. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.